ഞാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുന്നു. ഇന്ന് കോക്രോച്ച് പാർട്ടി എന്ന് വെച്ചാൽ ഒരുപാട് പിള്ളേരുടെ അല്ലെങ്കിൽ ഒരുപാട് അമ്മമാരുടെ പ്രതീക്ഷ നശിക്കാതിരിക്കുവാൻ വേണ്ടി പോരാട്ടമാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടുകളും ഞാൻ അവർക്ക് കൊടുക്കുന്നു. കാരണം ഭാവിയിലേക്ക് വരുന്ന തലമുറകളാണ്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് ജോലി നേടി ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട പിള്ളേർ ആണ് അവിടെ കിടന്ന് അവരുടെ ന്യായത്തിന് വേണ്ടി അവരവിടെ കിടന്ന് നിരാഹാരം കിടക്കുകയും അതിനു വേണ്ടി പോരാടുകയും ചെയ്യുന്നു. അത് നമ്മുടെ മോദി സർക്കാർ കണ്ടില്ല എന്ന് വെച്ച് വകഞ്ഞു മാറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി, സുപ്രീം കോടതിയുടെ ഒരു വാക്കാണ് ഈ പാർട്ടിയുടെ രൂപം കൊണ്ടത്. പാറ്റകളെ പോലെ ഇരിക്കുകയാണ്. അതേ സാർ, ഞങ്ങൾ പാറ്റയാണ് എന്ന് പറഞ്ഞാണ് ഈ പാർട്ടി, കോക്രോച്ച് പാർട്ടി എന്ന പാർട്ടി രൂപം കൊടുത്തത്. അപ്പം ആ പിള്ളേര് ഇപ്പോൾ ഡൽഹിയിൽ കിടന്ന് പട്ടിയെ പോലെ, സത്യം പറഞ്ഞാൽ പട്ടിയെ പോലെ, നമ്മുടെ പൗരന്മാരാണ്, അവർ പട്ടിയെ പോലെ തല്ലിക്കൊള്ളുകയാണ്, അല്ലെ യാചിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും നീതി നടപ്പാകുന്നുണ്ടോ? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ? ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് വാക്കു പറഞ്ഞ് തന്നെയാണ് ഭരണത്തിൽ വന്നത്. എന്നിട്ട് അവരെ കണ്ണടച്ച് പുറകോട്ട് കളയുകയാണ്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് തള്ളിക്കളയുകയാണ്. വരും തലമുറകളാണ് ഈ കിടന്ന് മുന്നോട്ട് അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഭാവിക്ക് വേണ്ടി കിടന്ന് അലമുറ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണാതെ പോകുന്ന സർക്കാർ, അല്ലെങ്കിൽ കാണാതെ പോകുന്ന നമ്മുടെ ഭരണഘടനയിലുള്ള ആൾക്കാർ അത് കാണേണ്ട ഒരു കാര്യമുണ്ട്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ കൊടുക്കുക തന്നെയാണ് വേണ്ടത്. കാരണം അവരിതുപോലെ പോരാടേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഉള്ളതല്ല. അവരെ രംഗത്തേക്ക് ഇറക്കുന്നതാണ്. അല്ലെങ്കിൽ അവർ പഠിച്ച് നീറ്റ് പരീക്ഷ വരെ എഴുതി അതുപോലും എഴുതിയതിനു ശേഷവും അവർക്ക് ജോലി കിട്ടാത്ത ഒരു സാഹചര്യം എന്നത്, അല്ലെങ്കിൽ അവരെ പട്ടിക്ക് തുല്യമായി കാണുന്നു എന്നത്, അത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ഭരണകക്ഷി അടക്കമുള്ള ആൾക്കാർ പട്ടിയെ പോലെ അവരെ കാണുകയും അവരെ പിന്തള്ളി നിൽക്കുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ അവിടുത്തെ ആ സമവായ ചർച്ച ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇത് കലാശിക്കും. കാരണം ഇത് പിള്ളേരുടെ ആവശ്യമാണ്. കാരണം അവർ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ അടിച്ചമർത്തപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ചരട് വലിക്കുന്ന ഒരുപാട് പേര് ഇതിന് അകത്തേക്ക് കയറി ലയിക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിലുപരി ഒരുപാട് മാതാപിതാക്കളുടെ പ്രതീക്ഷയും, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ആ പരീക്ഷ കൃത്യമായി എഴുതുന്നത്. പരീക്ഷയിൽ തന്നെ വ്യാജമാണ് കാണിച്ചത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പരീക്ഷയിൽ തന്നെ വ്യാജം കാണിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ കോക്രോച്ച് പാർട്ടി എന്ന അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് സർക്കാർ? അംഗീകരിച്ചാൽ എന്താണ് സംഭവിക്കുക? സർക്കാരിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരികയോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകുകയോ ചെയ്യും. ഇപ്പോൾ ആ പിള്ളേരെ എല്ലാം കൂടെ അവിടെ കിടന്ന് പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുമ്പോൾ കരുതുക, ഇന്ന് നിങ്ങൾക്ക് ആനുകൂല്യമായി കുത്തിയ ആൾക്കാർ നാളെ തിരിഞ്ഞു കുത്തും. കാരണം എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഈ പാർട്ടി അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ ചാൻസ് ഏറെയാണ്, 100%. കാരണം എന്താ വെച്ചാൽ പാവപ്പെട്ട യുവത്വങ്ങളാണ് ഇനി വളർന്നു വരേണ്ടത്. അവരുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്താണ് വേറെ ഓരോ പ്രതീക്ഷകളും അവിടെ ഉദയം കൊള്ളുന്നത്. ഈ പാർട്ടി, ഈ കോക്രോച്ച് പാർട്ടി എന്നതൊരു പ്രത്യേക, എനിക്ക് തോന്നുന്നു അവർ ന്യായത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം നീറ്റ് പരീക്ഷ എന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള ജോലി നേടുക എന്നുള്ള ഒരു ആവശ്യ ഘടനയാണ്. അതിനെ അടിച്ചമർത്താനായിട്ട് നമുക്ക് നമ്മുടെ ഭരണസിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള കടമയുള്ളതല്ല. കാരണം അവരെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കാരണം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അവിടെ കിടന്ന പിള്ളേര് പട്ടിയെ പോലെ കൊള്ളുമ്പോൾ അവരുടെ അമ്മമാരുടെ വേദന, അല്ലെങ്കിൽ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ 22-ാം തീയതിയിലത്തെ പേപ്പറിൽ ഇങ്ങനൊരു ന്യൂസ് ശ്രദ്ധയപ്പെട്ടു. ഈ ന്യൂസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തി എന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ള കാര്യം, ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർ അവിടെ എത്തി സമുദായത്തോടെ ഒരു ചർച്ച ചെയ്യുവാൻ, എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് നമ്മുടെ ഭരണപക്ഷത്തേക്ക് ഇത് എത്തിക്കുകയാണെങ്കിൽ അവിടെ ഇത് സമുദായ ചർച്ചയിലൂടെ ഇത് തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ലേ? ഇതും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഉദാഹരണത്തിന്, ഇങ്ങനെ ഒരു രാഹുൽ ഗാന്ധി പോലുള്ള നേതാക്കന്മാർ അവിടെ വരികയും ഇത്രയും ലാത്തി ചാർജ് പോലുള്ള
കാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയായ നാടകമാണോ എന്നെനിക്കൊരു സംശയം. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇത് പ്രധാനമന്ത്രിയെ അറിയിക്കാനായിട്ട് വലിയ തടസ്സങ്ങളൊന്നുമില്ല. കാരണം ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്, അതിന് താങ്കളുടെ മൂക്കിന് താഴെയാണ് നടക്കുന്നത്, എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പ്രതിപക്ഷത്തിന് പറയാം. പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ അത് ഉന്നയിക്കാവുന്ന ഒരു ആവശ്യം തന്നെയാണ്. അതുപോലും ചെയ്യാതെ അല്ലെങ്കിൽ ഈ പിള്ളേരുടെ കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ നേരിട്ട് തന്നെ ഈ സമരപന്തലിലേക്ക് ചെല്ലുകയും അവിടെ പല അവിടെയുള്ള പിള്ളേർക്കടിയിൽ ലാത്തിചാർജ്, അതുപോലെ തന്നെ പല കാര്യങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. കാരണം പോലീസുകാരല്ലാത്ത ആൾക്കാരെ ഉണ്ടെന്ന് നമുക്ക് തെളിവടക്കം ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അതുപോലെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നതാണ് സ്ത്രീകളെ. സ്ത്രീ സുരക്ഷ എന്നും പറഞ്ഞാണ് നിർഭയ കേസ് വന്നേ പിന്നെ സ്ത്രീ സുരക്ഷ ഇച്ചിരി കൂടെ ഊർജ്ജമായി എന്ന് പറയുന്ന നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്ത്രീകളെ അടക്കം ലാത്തി കൊണ്ട് പുറത്തിട്ട് കുത്തുകയാണ് അവിടെ ഉണ്ടായത്. അങ്ങനെയും ചില കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ചുമ്മാ മാറി നിൽക്കുന്ന ആൾക്കാർക്കൊട്ട് പോലും ഉള്ള അടിയും ലാത്തി ചാർജും അത് നമുക്ക് മനസ്സിലായി, അത് നമുക്ക് കാണാനിടയായി. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പം പാർട്ടിപരമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ ചെന്നു അതൊരു തീയായിട്ട് ആളി കത്തിച്ചു, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ തീയായിട്ട് ആളി കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇത് മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഈ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തിരിക്കുന്നത്. അപ്പോൾ എന്നൊരു രീതിയിലേക്ക് ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഇച്ചിരി കൂടെ സമാധാനമായിട്ട്, കാരണം ഒരുപാട് അവിടെ ഇപ്പം നാളുകളായിട്ട് അവരവിടെ നിരാഹാരം കിടക്കുകയാണ്. അപ്പോൾ ഈ നിരാഹാരം കിടക്കുന്ന ആൾക്ക് എത്തോരം ഊർജ്ജമുണ്ട് എന്നറിയാം. കാരണം നമ്മൾ 70-70ഓളം വിദ്യാർത്ഥികൾ ഈ നീറ്റ് പരീക്ഷയിൽ തോൽക്കുമെന്ന പേടിയിലും അതിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അതിനെപ്പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, എങ്കിലും അവരുടെ സാഹചര്യം കൊണ്ട് തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ച അത്രയും ഇതില്ല, അത് ഭരണഘടനയുടെ തന്നെ കുഴപ്പമാണ്. കാരണം നമുക്ക് പ്രതീക്ഷിച്ച ഇത് കിട്ടാതെ വരുമ്പോൾ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവുകയും അതുപോലെ തന്നെ ഇത് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദി സർക്കാർ നേരിട്ട് തന്നെ ഇതിൽ ഇടപെട്ട് ആ പിള്ളേർ പറയുന്ന അവരെ അങ്ങ് രാജിവെപ്പിച്ച കഴിഞ്ഞാൽ തീരാവുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. കാരണം പിള്ളേർ പറയുന്നതിൽ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പിള്ളേരത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഏകദേശം ഒരു 10 ദിവസം കൊണ്ട് ഇതിന് ഒരു അന്തിമം ഉണ്ടാക്കുകയാണ് എങ്കിൽ ഇത് വലിയൊരു കലകത്തിലേക്ക് മാറില്ല. ഇത് ഇപ്പം തന്നെ വിദ്യാഭ്യാസ ബന്ധുകൾ വന്നു കഴിയുമ്പോൾ സർക്കാർ കരുതേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ വ്യാഴാഴ്ച ഇന്നിപ്പം KSUവിൻ്റെ ബന്ദാണ്, നാളെ DYFIയുടെ ബന്ദാണ്. അങ്ങനെ ഓരോ ബന്ദ് വെച്ച് പോകുമ്പോൾ ഓരോ പ്രാവശ്യം ബന്ധു കൊണ്ട് പഠിപ്പ് മുടങ്ങി പോകുമ്പോൾ ഇവർക്ക് പഠിക്കാനുള്ള ആ സാഹചര്യം കൂടി കുറയുകയാണ്. കാരണം ഒരുപാട് സിലബസ് ഒരുപാട് കാര്യങ്ങളും പഠിച്ച് മാറാനുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ബഹുമാനപ്പെട്ട ഏത് പാർട്ടിക്കാരാണെങ്കിലും, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇടപെട്ട പാർട്ടിക്കാരാണെങ്കിലും ശരി, എല്ലാം പിന്തുണ കൊടുത്ത എല്ലാ ആൾക്കാരാണെങ്കിലും പറയേണ്ട കാര്യം, പിള്ളേരുടെ ഭാവി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ പിള്ളേരെ ഇത്രയും അടി കൊള്ളിക്കാതിരിക്കാനും കൂടെ നോക്കേണ്ട ഒരു കടമ നമുക്ക് ഈ ഭാവി എന്ന് പറയുന്ന ആൾക്കാർക്കുണ്ട്. അത് കോൺഗ്രസിനാണെങ്കിലും ശരി, BJPക്കാണെങ്കിലും ശരി, ഏത് DYFI പ്രവർത്തകർക്കാണെങ്കിലും ശരി, അവിടെ പോയി നിന്ന് ഇതിനു വേണ്ടി ചുക്കാൻ വലിക്കുന്ന ആർക്കാണെങ്കിലും ശരി, അതിൻ്റെതായ ഒരു കാര്യം കൂടെ ചെയ്യാൻ ഒരു മനസ്സ് കാണിക്കണം. കാരണം പിള്ളേരാണ്, കുട്ടികൾ അവിടെ കിടന്ന് ന്യായമായ അവരുടെ ആവശ്യത്തിന് വേണ്ടി കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച് അവർ ചുമ്മാ ഇരിക്കാതെ എല്ലാ വിദ്യാർത്ഥികളുടെ, ഇന്ത്യയുടെ എമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജോലിക്ക് വേണ്ടി തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഭാവിയിലോട്ട് മുന്നോട്ട് അവർക്ക് ജീവിക്കാനുള്ള ഇത് തന്നെയാണ് അവരുടെ സമരം ന്യായമായ കാര്യമാണ്. അതിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ചെന്ന് കഴിയുമ്പം ഇത് പാർട്ടിവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിവൽക്കരിക്കാതെ ഒന്ന് ചിന്തിച്ച് നമ്മൾ നോക്കണം. കാരണം പിന്തുണ കൊടുക്കാൻ പാർട്ടിക്ക് അവിടെ ചെല്ലാം, അല്ലെങ്കിൽ പാർട്ടി അവിടെ പിന്തുണ കൊടുക്കണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിന്തുണ ഇല്ലാതെ നോർമലി ഉള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് അവിടെ ചർച്ച ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യമാണ്. നരേന്ദ്രമോദി അതിന് മുഖം ചുളുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വേണ്ട ഭരണഘടന അതിനെ അനുവദിക്കുന്നില്ല. പക്ഷേ ആ പിള്ളേർ അവിടെ വീണ്ടും നിരാഹാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ മൃഗീകമായി തന്നെയാണ് ലാത്തി വെച്ച് പോലീസുകാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, മൃഗീകമായി തന്നെയാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് പെൺകൊച്ചുങ്ങളെ പോലും ഓടിച്ചിട്ട് തല്ലുകയും അതൊക്കെ ചെയ്യുന്ന വളരെ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിര് തന്നെയാണ്. കാരണം സ്ത്രീകൾക്ക് അത്രയും സുരക്ഷയുള്ള നാട് കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അതുകൂടി സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിന് ഉചിതമായ തീരുമാനം എടുത്താൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം ഒരു പാർട്ടിയിലും പെടാത്ത, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ലാത്തി വെച്ച് കുത്തുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു.
അത് പോലീസിന്റെ യാതൊരുവിധ പരിചയവും ഇല്ലാത്ത ആളായിട്ടാണ് എനിക്ക് നോർമലി തോന്നിയത്. കാരണം പോലീസുമായിട്ട് ട്രെയിനിങ് കൊടുത്ത ആളോ ഒന്നുമല്ല, ഒന്ന് കുത്തി മാറ്റുകയാണ്. കാരണം ആ സമരം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നത് ആ സമരം അവിടെ നടക്കുന്നത് ഈ രാഹുൽ ഗാന്ധി വരുന്നിടം വരെ, അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുന്നിടം വരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പോയ ഒരു നിരാഹാര സമരമാണ്. പിള്ളേർ വളരെ സമാധാനമായി പോയി. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ചെന്ന സമയം തൊട്ട് ഇത് പിന്നെ പത്രങ്ങളിലും എല്ലാം പിടിക്കുകയും സമരത്തിന് അതിൽ എന്താ പറയുക, അവിടെ ലാത്തി കൊണ്ടുള്ള വീശലുകളും അതുപോലെ തന്നെ ഗ്രനേഡ് വാതകങ്ങളുമാണ് അവിടെ പ്രയോഗിച്ചത് കൂടുതൽ. രാഹുൽ ഗാന്ധിക്ക് പരികൊണ്ടെന്നാണ് വാർത്ത. അതുപോലെ പ്രിയങ്ക ഗാന്ധിയെ വനിതാ പോലീസ് ഇല്ലാതെ പിടിച്ചു മാറ്റി അറസ്റ്റ് ചെയ്തു. ഇടുക്കിയുടെ MP DN കുര്യാക്കോസിനെ പോലും കൈയാറ്റം ചെയ്യുന്ന ശ്രമം ഉണ്ടായി. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ പിള്ളേരുടെ ഭാവി ആയതുകൊണ്ട് ഒരു പബ്ലിസിറ്റി ആകാതെ, അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ആര് ചെന്നാലും, അത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, ആരൊക്കെ പിന്തുണ കൊടുത്ത് ഡൽഹിയിലേക്ക് ഒഴുകിയെത്തിയാലും അത് ആ പിള്ളേരുടെ ഗുണത്തിന് വേണ്ടിയായിരിക്കണം. അല്ലാതെ ഇതൊരു രാഷ്ട്രീയം കളിക്കാൻ പറ്റിയ ഒരു വേദിയല്ല. അത് കോൺഗ്രസിനാണെങ്കിലും ശരി, CPM-നാണെങ്കിലും ശരി, LDF-നാണെങ്കിലും ശരി, UDF-നാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ശരി, ഇതൊരു രാഷ്ട്രീയം കളിക്കേണ്ട വേദിയല്ല. കോക്രോച്ച് എന്ന് പറയുന്നൊരു പാർട്ടി അത് രാഷ്ട്രീയപരമായിട്ടല്ല അവർ നേരിടുന്നത്. അവരുടെ പിള്ളേരുകൾ മാത്രമായിട്ടാണ് അത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയപരമായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇത് സമരം, പിള്ളേർ ഒറ്റയ്ക്ക് കിടന്നാലും വിജയത്തിലേക്ക് വരും, 100% ഉറപ്പാണ്. കാരണം ഈ സമരം അധികം പോവില്ല. ഇതിനു മുമ്പും രാഷ്ട്രീയ സമരങ്ങൾ കണ്ട നാടാണ് നമ്മുടെ ഇന്ത്യ. കാരണം കർഷകർക്കെതിരെ ബില്ല് പാസ്സായപ്പോൾ പോലും കർഷകരും ഇതുപോലെ നിരാഹാരം അനുഷ്ഠിക്കുകയും സമരങ്ങൾ നീണ്ടുപോയ നാടാണ്. അതുകൊണ്ട് പിള്ളേരെയാണെങ്കിൽ സമരത്തിന് എന്തായാലും തീരുമാനം ഉണ്ടാവണം, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലിടയ്ക്ക് രാഷ്ട്രീയമായി കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്നാ വെച്ചാൽ അതിൽ ഗുണ്ടായിസം ഉണ്ടാവും. കാരണം അവിടെ ലാത്തി കൊണ്ടുള്ള അടി ഉണ്ടായി. അത് പ്രമുഖ ചാനലുകാരെല്ലാം കൊണ്ടുവന്നിരുന്നില്ല, പോലീസുകാരെല്ലാം അവിടെ തല്ലിച്ചതച്ചത് എന്ന് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇതിലൊന്നും പെടാത്തവരും അവിടെ നുഴഞ്ഞു കയറി പോലീസാകാൻ ശ്രമിക്കുന്നുള്ളത് കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ തീർന്നില്ല എങ്കിൽ ഈ രാജ്യത്തിന് തന്നെ ചിലപ്പോൾ ഭീഷണിയായി മാറിയേക്കാം. കാരണം ഇത് കത്തിക്കാൻ ശ്രമിക്കുന്ന ചില നിഗൂഢമായ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടാവും. എന്ന് വെച്ചാൽ കത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഹർത്താൽ വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടി പെട്ടവൻ അല്ലെങ്കിൽ പോലും ഒന്ന് വണ്ടി തടയാൻ നോക്കും. അതറിയാലോ, വണ്ടി തടയാൻ നോക്കും. അപ്പം അന്ന് പറഞ്ഞ പോലെ ഇത് ഈ ആളെ കിടക്കുന്ന പാമ്പ് മൂർഖനാകുന്നെന്ന് പറഞ്ഞ പോലെ അരയെ കിടക്കുന്ന അരിഞ്ഞാണോ ചിലപ്പോൾ പാമ്പായി മാറാൻ സാധ്യതയുണ്ട്. അത് ഭരണത്തെ തന്നെയല്ല, നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തെ തന്നെ ഇത് ബാധിക്കാൻ പറ്റും. കാരണം കോക്രോച്ച് എന്ന് പറഞ്ഞ പാർട്ടിയിലെല്ലാം ഉള്ളത് പിള്ളേര് തന്നെയാണ്. കാരണം അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ രൂപീകരിച്ച ഈ പാർട്ടി ആയതുകൊണ്ട് കേരളം അല്ല ഇന്ത്യ തന്നെ നിന്ന് കത്താനുള്ള ചാൻസ് ഇതിലുള്ളത് കൊണ്ട് ഇത് വേര് തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞ പോലെ ഇത് രാഷ്ട്രീയവൽക്കരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ ചില നുഴഞ്ഞുകയറ്റക്കാർ വന്ന് ഈ സമരം ഒന്നും അല്ലാതാക്കി മാറ്റാനും ഇവിടെ തീക്കളി ഉണ്ടാവാനും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ തന്നെ ഇത് പറഞ്ഞ് വർഗീയവാദത്തിലേക്ക് ഇത് വരാൻ വരെ സാധ്യതയുള്ളത് കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ പിള്ളേരുടെ ഈ പ്രശ്നം അത് പരിഹരിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യം. അതുപോലെ തന്നെ എല്ലാവർക്കും പിന്തുണ കൊടുക്കാം. ഞാൻ കണ്ടു ടോവിനോ, അതുപോലെ രഞ്ജിനി ഹരിദാസ്, ഇവരെല്ലാം പിന്തുണ കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഈ പിന്തുണ അവിടെ ചെന്ന് കൊടുക്കുക മാത്രമല്ല, ഈ പിള്ളേരുടെ കാര്യം സംസാരിക്കാനായിട്ട് ആ വേദിയിൽ ഇരിക്കുകയും കൂടെ ചെയ്യണം. അല്ലെങ്കിൽ ആ സംസാര പന്തലിൽ രഞ്ജിനി ഹരിദാസ് ആണെങ്കിലും ചെന്നു. പക്ഷേ ഈ സെലിബ്രിറ്റികൾ നമ്മൾ പിന്തുണ കൊടുക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ പിന്തുണ എന്നൊരു വാക്ക് തന്നെയല്ലാതെ അവരുടെ ബാക്കി കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ അവരെങ്ങനെയായി എന്നും കൂടെ ശ്രദ്ധിക്കാനുള്ള ഇത് കരുതണം. കാരണം 10-70 പേരുടെ ജീവന് വിലയുള്ള ഇത് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയെ മൊത്തം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. കാരണം സമാധാനമായി പോയ സമരത്തിലേക്കാണ് ഓരോ പാർട്ടികളും ചെന്ന് പിന്തുണ കൊടുക്കുമ്പോൾ അത് വീണ്ടും അക്രമാസക്തമായി മാറുകയാണ്. അത് പിള്ളേരെ തന്നെയാണ് ഭാവിയിൽ ബാധിക്കുന്നത്. കാരണം ഇത് ഓരോ പാർട്ടിക്കാർ ഏറ്റെടുത്ത് ചെയ്യേണ്ടതല്ല. എല്ലാവരും പിന്തുണ കൊടുക്കുക, അതിന് വേണ്ടി നിന്ന് പുറകെ. ഇപ്പോൾ ഉദാഹരണം, രാഹുൽ ഗാന്ധി അവിടെ പിന്തുണ കൊടുക്കാൻ ചെന്നു, നല്ല കാര്യം തന്നെയാണ്. പിന്തുണ കൊടുക്കാൻ ചെല്ലുകയോ അല്ലെങ്കിൽ പിന്തുണ അറിയിക്കുകയോ ചെയ്തതിന് ശേഷം ഇത് നരേന്ദ്രമോദിയായിട്ടൊന്ന് സംസാരിക്കുക. ഇങ്ങനെ ഒരാൾ അവിടെ ഇങ്ങനെ പിള്ളേരുടെ ആവശ്യമല്ലേ, അത് കാര്യങ്ങൾ സമവായമായിട്ട് അവിടെ ചെല്ലാതെ തന്നെ നമുക്ക് തീർക്കാന്നേ ഉള്ളൂ. കാരണം താങ്കൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. താങ്കൾക്ക് സംസാരിക്കുവാൻ വേണ്ടി അവിടെ ചെല്ലണമെന്നോ ഇത്രയും അക്രമം കാണിക്കണമെന്നോ അല്ലെങ്കിൽ ഇത്രയും ബഹളം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ തീ പാറിക്കണമെന്നോ അല്ല പിള്ളേരെ കൂടുതൽ ലാത്തിയടി പൊളിക്കണമെന്നോ ഒന്നുമില്ല. അല്ലാതെ തന്നെ സംസാരിക്കാം. അല്ലെങ്കിൽ രാഷ്ട്രപതിയോടാണെങ്കിലും നമുക്കിത് സംസാരിക്കാൻ താങ്കൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്, നമ്മുടെ പ്രതിപക്ഷ നേതാവിന്. അപ്പം അത്രയും വലിയ ഒരാൾ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാന നേതാവ് അവിടെ ചെന്ന് പിള്ളേരെ ബാക്കികളെ
അവിടെ സത്യം പറഞ്ഞ അക്രമാസക്തം കൂടുകയായിരുന്നു ചെയ്തത്. അതിൽ ഞാൻ പറയുന്നു, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനും കിട്ടി ഇഷ്ടംപോലെ അടി കിട്ടി, അവർ ലാത്തി ക്രൂരമായി മർദ്ദിച്ചു. പക്ഷേ ആ പിള്ളേരെ ഇനിയും അക്രമത്തിനും ഇതുപോലെ അനിശ്ചിത സംഭവങ്ങൾക്കും വിട്ടുകൊടുക്കാതെ അവരെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ പിന്തുണ എല്ലാവരും കൊടുക്കും, അല്ലാതെ അവരുടെ കൂടെ തന്നെ നിൽക്കാനുള്ള മനസ്സ് കാണിക്കണം. കാരണം പിന്തുണ വാക്കാൽ കൊടുത്താൽ മതി, കാരണം അവരോടൊക്കെ ചേർത്ത് പിടിക്കണമെങ്കിലാണ് നമുക്ക് പാട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. അതുപോലെ തന്നെ അക്രമാസക്തമായ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ട് തന്നെയുള്ളൂ. അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും. ജനങ്ങൾ കണ്ണു തുറന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളാൽ തെരഞ്ഞ നേതാവിനെ വേണ്ട എന്ന് വെച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ പിണറായി വിജയന്റെ അവസ്ഥയായി പോകും. അതുകൊണ്ട് അതുകൂടി മുന്നിലേക്ക് കരുതുക. എല്ലാവരും കാണില്ല, ലാത്തിചാർജും തല്ലുകൊള്ളാനും എല്ലാവരും കാണും. പക്ഷേ പിള്ളേരുടെ കാര്യം എത്രയും സമാധാനപരമായിട്ട് തീർക്കുന്നു, അതാണ് യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത്. അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി, നരേന്ദ്രമോദി ആണെങ്കിലും ശരി, ഏത് നേതാവാണെങ്കിലും ശരി, സമാധാനപരമായി പിള്ളേരുടെ ന്യായമായ ആവശ്യങ്ങൾ പിള്ളേരിലേക്ക് എത്തിക്കുക എന്നതാണ് രാഷ്ട്രീയ നേതാക്കളുടെ ഇത്. അതുപോലെ കൃത്യമായി ചെയ്യുകയാണെങ്കിലാണ് അവരെ നേതാക്കൾ എന്ന് വിളിക്കുന്നത്. ഇത് പിള്ളേരെ വീണ്ടും അവർ സമാധാനമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന, അവരുടെ വിജയത്തിന് വേണ്ടി സമാധാനപരമായി നടത്തിക്കൊണ്ടിരുന്ന സമരത്തെയാണ് ഇപ്പോൾ അവിടെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നത്. അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നേതാക്കന്മാർ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അടിച്ചമർത്തപ്പെട്ടത്. അതും പോലീസ് അല്ലാതെ വ്യാജ പോലീസുകാർ വരെ അവിടെയുള്ള പെൺപിള്ളേർക്കുള്ള അടക്കം എടുത്ത് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ ഇതൊരു നാണക്കേടായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതി തന്നെയാണ്, ഒരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ജനങ്ങൾ അത് വിലയിരുത്തും. അതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുക. കാരണം ബന്ധു വെച്ചും വിദ്യാഭ്യാസ പണിമുടക്ക് വെച്ചും നമുക്ക് ഓരോന്നും ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാൽ പിള്ളേരുടെ ഭാവി വീണ്ടും ഓരോ ക്ലാസ്സുകളും നഷ്ടപ്പെടും, പിള്ളേരുടെ ഭാവി വീണ്ടും അവതാളത്തിലേക്ക് ആകുകയാണ് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ സംവാദമായി സംസാരിച്ച് തീർക്കണമെന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു. കാരണം നാളത്തെ തലമുറകളാണ് ഇന്ത്യയെ വളർത്താനുള്ളത്. നമ്മുടെ APJ അബ്ദുൽ കലാം പോലുള്ള നല്ല മനുഷ്യർ അത് എഴുതി പറഞ്ഞു വെച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് ഇവരെ ഇനിയും നടുറോഡിലിട്ട് പട്ടികളെ പോലെ തല്ലി കൊള്ളിക്കാതെ, അല്ലെങ്കിൽ കൊള്ളിക്കാനും കൊള്ളുവാനും വേണ്ടി നേതാക്കന്മാരെ ഇരച്ചു കയറാവാതെ, അവർക്ക് വേണ്ടി ന്യായമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കിടക്കുന്ന ആ സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഭക്ഷണപ്പൊതി തന്നെ അവിടെ ആരാന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്കാർ ബുക്ക് ചെയ്ത് ആ പിള്ളേർക്ക് വേണ്ടി അന്നദാനം വരെ അവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ഭക്ഷണപ്പൊതികൾ അവിടെ എത്തുന്നു എന്ന് ന്യൂസിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ അവർക്ക് വേണ്ടി അവർ കിടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ സാഹചര്യം മനസ്സിലാക്കി ഓരോ ഫുഡുകൾ പോലും ഓർഡർ ചെയ്യുന്ന സാധാരണക്കാർ ആരാന്ന് പോലും അറിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ വേണം രാഷ്ട്രീയ നേതാക്കളും അവിടെ ചെന്ന് പിന്തുണ അറിയിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. അല്ലെ സിനിമ നടിമാരും അവിടെ ചെന്ന്, നല്ല നടന്മാരൊക്കെ പിന്തുണ അറിയിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. ഒരു വാചകത്തെ തീർക്കാതെ അവർക്ക് വേണ്ടി കേന്ദ്രം വരെ ഇപ്പം പോകാൻ ഈ കൊടുത്ത നടന്മാർക്കാണെങ്കിലും സാധിക്കുന്ന കാര്യങ്ങളോ പിന്തുണ കൊടുത്ത ആൾക്കാർക്ക് പോലും കേന്ദ്രം വരെ പോയി നരേന്ദ്രമോദിക്ക് അടിക്കുകയോ, അല്ലെങ്കിൽ നിവേദനങ്ങളാലെങ്കിലും ഈ പിന്തുണ കൊടുത്തവരുടെ പേരിൽ ഓരോ നിവേദനങ്ങളെങ്കിലും പ്രധാനമന്ത്രിക്ക് അയച്ച് ഈ കേസ്, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ പരാതി, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ ന്യായമായ ആവശ്യം ആ പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോടതിക്ക് സ്വയമേ കേസെടുക്കാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ സ്വയമേ ഇത് എന്താണെന്ന് കോടതിക്ക് ചോദിക്കാവുന്നതാണ്. ആ പരമോന്നത നീതിപീഠം പോലും കണ്ണടച്ചിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ. നമുക്കറിയാം ഇവിടെ ഇത്രയും വലിയ സമരം, അല്ലെങ്കിൽ വലിയൊരു ന്യായമായ ആവശ്യം പിള്ളേർക്ക് വേണ്ടി ഉന്നയിക്കുമ്പോൾ അവരെ അടിച്ചമർത്തുന്നത് എല്ലാ അഭിപ്രായത്തിൽ പറഞ്ഞാലും അത് രാഷ്ട്രീയ പേരിൽ തന്നെയാണ്. രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല, ഇന്ത്യൻ മഹാരാജ്യത്തിന് ചേർന്ന ഒരു പ്രവൃത്തിയല്ല അവിടെ കാണിക്കുന്നത്. അടിച്ചമർത്തുക അല്ല വേണ്ടത്, വളർന്നു വരുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് തന്നെയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾക്ക് കൈകോർക്കാം. അത് എൻ്റെ എല്ലാ പിന്തുണയും ഞാൻ കൊടുക്കുന്ന പാർട്ടിക്ക് വേണ്ടി തന്നെയാണ്. കാരണം അവരുടെ ആവശ്യങ്ങളെല്ലാം ന്യായമാണ്. അടുത്ത ഇലക്ഷന് അടുത്ത രാജ്യസഭാ ഇലക്ഷന് ആ കോക്രോച്ച് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ വിജയിക്കട്ടെ എന്നാണ്. കാരണം അങ്ങനെ സ്ഥാനാർത്ഥികളെ അവർക്ക് നിർത്താൻ സാധിച്ചെങ്കിൽ, അല്ലെങ്കിൽ അവർ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് 100% മുന്നോട്ട് നമ്മുടെ ഈ നാടിനെ കൊണ്ടുപോകാൻ സാധിക്കും. കാരണം പാറ്റകളായതുകൊണ്ട് പറന്നു നടന്നും അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതുകൊണ്ട് പാറ്റകളായിരിക്കുന്ന അവരെ തന്നെ കേരളത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചാൽ എന്നും സുരക്ഷിതമായിരിക്കുമെന്നും ഞാൻ ഈ അവസരത്തിൽ 100% ഉറപ്പ് പറയുന്നു. കാരണം അവർക്കാണെങ്കിൽ എങ്ങനെ നയിക്കണമെന്നറിയാം. വയസ്സായവരോ കൂഞ്ഞി പിടിച്ചവരെയോ അല്ല നമുക്ക് വേണ്ടത്. യഥാർത്ഥത്തിൽ വേണ്ടത് നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നവരെയാണ്. അവർ തെളിയിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പാറ്റകളാണ് സാർ, എങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാറ്. അതിനെ പോലും അടിച്ചമർത്തുകയും അതിനെ പോലും
അതിനെ പോലും വേറെ രീതിയിലേക്ക് ന്യായീകരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ എല്ലാ നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും ചെയ്യുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് പിള്ളേരുടെ ആവശ്യം, അല്ലെങ്കിൽ അവർ പഠിച്ച് കഷ്ടപ്പെട്ട് അവരുടെ ന്യായമായ ആവശ്യം അവർക്ക് ചോദിച്ചു മേടിക്കാനുള്ള അവകാശമുള്ള ഇന്ത്യൻ ഭരണഘടനയിലും അവകാശമുള്ള ഈ നാട്ടിൽ, സ്വാതന്ത്ര്യം കിട്ടിയ ഈ നാട്ടിൽ, അതുകൊണ്ട് അവരുടെ ന്യായമായ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ സമരം അവസാനിപ്പിക്കണമെന്നും, ഇല്ലെങ്കിൽ ഈ രാജ്യം കാണുന്ന ഏറ്റവും വലിയ സമരത്തിലേക്ക്, ഇത് ഏറ്റവും വലിയ പടസമരമായി അനേകായിരം ജനങ്ങൾ ഇനിയും അവർക്ക് വേണ്ടി അണിനിരക്കുമെന്നും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുമെന്നും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിനും തന്നെ അത് നാണക്കേടായി മാറുമെന്നും ഈ അവസരത്തെ അറിയിക്കുന്നു. അതുകൊണ്ട് അത്രയും നാണക്കേടിലേക്ക് പോകാതെ ഉറച്ച പിന്തുണകൾ കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് കണ്ടു തന്നെ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.